വോട്ടിംഗ് യന്ത്രത്തിൽ കോണി ചിഹ്നത്തിന് വലിപ്പം കുറവ് എന്നൊരു പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി കോഴിക്കോട്ടെ ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വമാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ പയ്യാനക്കൽ, മുഖദാർ വാർഡുകളിൽ വോട്ടിംഗ് യന്ത്രത്തിലാണ് ചിഹ്നത്തിൽ വലിപ്പക്കുറവ് എന്നൊരു പരാതി ലീഗ് ഉന്നയിക്കുന്ന KV രാഹുലുണ്ട്. രാഹുൽ, ഗൗരവതരമായി ഈ വിഷയത്തെ കമ്മീഷൻ കാണുന്നുണ്ടോ? മുസ്ലിം ലീഗിന്റെ ഏറെ ഗൗരവമുള്ള വിഷയമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിട്ടുള്ളത്. നടക്കാവൂരിൽ നടന്ന വോട്ടിംഗ് യന്ത്രത്തിന്റെ പരിശോധനയിലാണ് ഇതിൽ കോണി ചിഹ്നത്തിന് വലിപ്പം കുറവാണ് എന്ന് ലീഗ് നേതാക്കൾക്ക് ബോധ്യപ്പെടുകയും തുടർന്ന് ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തത്. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഏതായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിലെ 2 വാർഡുകളിലാണ് ഇതിൽ പരാതിയുള്ളത്. ഒന്ന് പയ്യാനക്കലാണ്, രണ്ടാമത്തേത് മുഖദാർ വാർഡാണ്. പയ്യാനക്കൽ വാർഡിൽ ഈ വോട്ടിംഗ് യന്ത്രത്തിൽ 7ാമത്തെ ആളായാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി സൈബിന് പിടിച്ചിട്ടുള്ളത്. അതിന് തൊട്ട് മുകളിൽ 6ാമത്തെ സ്ഥാനാർത്ഥി എന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ബാറ്റാണ്. അപ്പോൾ ഈ ബാറ്റും കോണിയും ക്രിക്കറ്റ് ബാറ്റാണ്. ഈ വലിപ്പം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ബാറ്റും കോണിയും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളൊരു പരാതിയാണ് ലീഗിനുള്ളത്. അപ്പം ഈ മുഖദാറിൽ രണ്ടാമതാണ് വോട്ടിംഗ് യന്ത്രത്തിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഇതിനും നല്ല വലിപ്പം കുറവാനുള്ള പരാതിയാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. തുടർന്നാണ് ജില്ലാ നേതൃത്വം തന്നെ, ജില്ലാ കമ്മിറ്റി തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി അയച്ചിട്ടുള്ളത്. ഗൗരവമുള്ള പരാതിയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മുകളിൽ ഒരു ബാറ്റ് കാണാം, അതിന് തൊട്ട് പിന്നിലാണ് കോണി. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തോന്നില്ല. അതേസമയം മറ്റൊരു ഡിവിഷനിലെ വോട്ടർ മെഷീനിൽ ഏറ്റവും മുകളിൽ വലിയൊരു താമര, അതിന് തൊട്ട് താഴെയാണ് കോണി. അതും നീളത്തിലൊരു വരയായാണ് കാണുന്നത്. അല്പം ഗൗരവമുള്ള വിഷയമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്.